കോമേഴ്സ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ അക്കൗണ്ടൻസിയുടെ അതായത് ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എനിക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു മടിയും കൂടാതെ ചോദിക്കാവുന്നതാണ്. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇതുവരെ നിങ്ങൾക്ക് ഇത്രയും നാളും എൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങളും വെച്ചാൽ ഞാൻ എടുക്കുന്ന ക്ലാസ്സിലൊക്കെ ഫാസ്റ്റാണോ സ്ലോ ആണോ എന്നൊക്കെ കൂടിയിട്ടൊന്ന് നിങ്ങളെൻ്റെ അഭിപ്രായം ഞാൻ എടുക്കുന്ന ക്ലാസ്സിൻ്റെ അഭിപ്രായം നിങ്ങളൊന്ന് ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ക്ലാസ്സുകളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. സോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും എടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. സോ അതിപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക അക്കൗണ്ട്സിൻ്റെ മെയിനായിട്ടും ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസിയിലോട്ടാണ് പോകുന്നത്. സോ അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ അതിൻ്റെ പാർട്ട്ണർഷിപ്പാണ് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് പാർട്ട്ണർഷിപ്പിനെ പറ്റിയാണ്. എന്താണ് പാർട്ട്ണർഷിപ്പും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസിയുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനിയിപ്പോൾ സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസിയുടെ ഒരു ചാപ്റ്ററും അങ്ങനെയാണ് ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റും സെക്കൻഡും ഈക്വലായിട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആയാലും സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് രണ്ടും ഫോളോ ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ആണെങ്കിൽ ഫസ്റ്റ് ഇയറിൻ്റെ ഇതും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇനിയിപ്പോൾ നാളെ തൊട്ട് ഇനിയിപ്പോൾ അടുത്ത ക്ലാസ് തൊട്ട് ഞാൻ സെക്കൻഡ് ഇയറിൻ്റെയാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി നിങ്ങൾക്കൊന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ പഠിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഡിലേ ആക്കി എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അതായത് ഇന്നപോലെ ക്ലാസ്സുകളുണ്ട് ഇതെനിക്ക് മനസ്സിലായിട്ടില്ല എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ ഞാൻ വന്നിട്ട് വാട്സപ്പിൽ ഞാൻ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ നമ്പറിൽ എനിക്ക് ഇംഗ്ലീഷിൻ്റെ മാത്രമല്ല ഞാനിപ്പോൾ പറഞ്ഞ പോലെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് മാത്രമല്ല നിങ്ങൾക്ക് അക്കൗണ്ട്സിൻ്റെയും എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ എനിക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങളുടെ സംശയവും ഡൗട്ട്സൊക്കെ ഞാൻ അതുപോലെ തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ അതിൽ ഇപ്പോൾ ഞാൻ ഇനി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനി ഞാൻ വാട്സപ്പിൻ്റെ ഒരു ചാനലും കൂടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അക്കൗണ്ട്സ് പഠിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ആ ഇതിലേക്ക് ജോയിൻ ചെയ്യാം. ഞാനപ്പം എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതുപോലെ തന്നെ കമൻ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ. ഇതുവരെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി അക്കൗണ്ടൻസിയുടെ എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം വെച്ചാൽ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമുക്കിപ്പോൾ പുതിയ സബ്ജക്റ്റ് ആണെങ്കിലും നമുക്കത് ഭയങ്കരമായിട്ട് ഈസിയായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. നമുക്കത് മനസ്സിലാക്കി പഠിക്കാനായിട്ട് പറ്റും. നമുക്ക് അത്ര വലിയ ഡിഫിക്കൽട്ടായിട്ട് തോന്നത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ആദ്യത്തേത് ഏത് വന്നാലും ഇപ്പോൾ ഇംഗ്ലീഷ് അക്കൗണ്ട്സിൻ്റെ ഏത് വന്നാലും നിങ്ങൾക്ക് അത് ഡിഫിക്കൽട്ടായിട്ട് തോന്നാം. പക്ഷേ അത് അത്ര സിമ്പിളാണെന്ന് നിങ്ങൾക്ക് പിന്നീടായിരിക്കും മനസ്സിലാകുക. സോ അത് അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ഇയറിൻ്റെ നമ്മൾ നോക്കിയത് മൊത്തം ബേസിക്കായിട്ടുള്ള കാര്യങ്ങളും ഒരു കമ്പനിയിൽ നമ്മൾ എന്തൊക്കെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ മൊത്തമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ അപ്പോൾ നമ്മൾ ഇനി അടുത്തത് സെക്കൻഡ് ഇയർ അക്കൗണ്ട്സിൻ്റെ പാർട്ട്ണർഷിപ്പാണ്. സോ അവർക്ക് ഫസ്റ്റ് ഇയർ എന്തായാലും അവർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ അവർക്ക് കുറേയൊക്കെ അറിയാമായിരിക്കും ഫസ്റ്റ് ഇയറിൻ്റെ. സോ അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൻ്റെ ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് നാളെ തൊട്ട് ഞാൻ ആ ക്ലാസ് എടുക്കാനായിട്ട് തുടങ്ങുകയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് അതിലൊരു സംശയം നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കേണ്ട. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്ത് പോവാം. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും മടി അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. സോ ഞാനിവിടെ ഉള്ളത് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്നോട് കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ അതുപോലെ തന്നെ ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. സോ അത് ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകളെടുത്ത് നിങ്ങളെ മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. സോ അപ്പോൾ എനിക്ക് ഉള്ള അറിവ് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഇതിലുള്ള അറിവ് നിങ്ങൾക്കും കൂടി പകർന്ന് തരണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. കാരണം അക്കൗണ്ട്സിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന പല പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ അക്കൗണ്ട്സിലും എന്താ പറയുക അത്രത്തോളം പ്രാധാന്യമുണ്ട് നമുക്ക്. ഇപ്പോൾ അക്കൗണ്ട്സിൻ്റെ ബേസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പലർക്കും പല ആഗ്രഹങ്ങളായിരിക്കും. ഇപ്പോൾ കോമേഴ്സിൽ വന്നിരിക്കുന്നതിന് ഓരോരുത്തർക്ക് ബിസിനസ് മേഖലയിൽ
ജോലി ചെയ്യാനും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ്. ഇത് നമ്മുടെ ഒരു ഫൗണ്ടേഷൻ മാതിരിയാണ്, ഫൗണ്ടേഷൻ പോലെയാണ്. നമുക്കത് സക്സസ് ആവണം. അതിൽ നമ്മൾ കറക്റ്റായിട്ട് ഉറച്ചു നിന്നാൽ മാത്രമാണ് നമുക്ക് ബിൽഡിംഗ് പോലെ നമുക്ക് മേലെ ഉയർച്ചയോടെ വളരാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ആർക്കെങ്കിലും ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താലാണ്, പലർക്കും ഇപ്പോൾ CA പഠിക്കാനായിട്ടൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ഈ ബേസ് നന്നായാൽ മാത്രമാണ് അവർക്ക് മുകളിലോട്ട് വളരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോഴാണ് കുറേ കൂടി കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഡൗട്ടോ അല്ലെങ്കിൽ ഇത് ചോദിച്ചാൽ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ഒരു കുഞ്ഞു ഡൗട്ടായാലും നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് പോകാമെന്നാണ് മക്കളെ. അപ്പോഴേ നിങ്ങൾക്കത് ഈസിയായിട്ട് മനസ്സിലാവത്തുള്ളൂ. മനസ്സിലാക്കി പഠിച്ചാലാണ് നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ ഫ്യൂച്ചറിലൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടത്തുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ പുസ്തകത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത്, അതിലെന്താണോ ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ മൈൻഡ് ഫീഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ കമ്പനിയിൽ ജോലിക്കൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. അപ്പോൾ അന്നേരം എന്തുവാ ഏതാന്നൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ മനസ്സിലാക്കി അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സ്റ്റഡിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്യാനായിട്ട് നോക്കുക. അക്കൗണ്ട്സിൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കുക വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, തീരെ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലെ ഫാസ്റ്റാണോ സ്ലോ ആണോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, എനിക്കന്ന് അറിയുന്നെങ്കിൽ നിങ്ങളൊന്ന് ഇരുന്ന ക്ലാസ്സിലൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രം മതി. ലൈക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും എത്രത്തോളം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്തോളൂ. നിങ്ങൾക്ക് നിങ്ങൾ അഭിപ്രായം പറയുന്നെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒരു മടിയും കൂടാതെ ചെയ്യുന്ന മക്കളെ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്യുമോ? ഓക്കെ, നിങ്ങൾക്ക് എക്സാമിനായാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ അക്കൗണ്ട്സിൽ ഒരുപാട് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പായിട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അതായത് നമ്മൾ ടെസ്റ്റിൽ എന്തുകൊണ്ട് അതുപോലെ തന്നെ ബൈഹാർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ നമുക്കത് മനസ്സിലാവത്തില്ല എന്തുവാണ്. നമ്മളത് പഠിച്ച് അങ്ങനെ എഴുതുന്നതല്ല. നമ്മളിപ്പോൾ അത് കൃത്യമായിട്ട് ഇപ്പോൾ ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ്, അല്ലെങ്കിൽ പർച്ചേസ്, സെയിൽസ്, ഇതൊക്കെ എന്തുവാണ് നമുക്ക് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ എക്സാംസിനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല 100% വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക മക്കളെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലും ചോദിക്കുക. അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിനായിട്ട് മാത്രമല്ല ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി തൊട്ട് അക്കൗണ്ട്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിലും മെൻഷൻ ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഞാനിവിടെ ഉണ്ട്. നിങ്ങളൊക്കെ എല്ലാ ഡൗട്ടുകളും ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഒരു മടിയും കൂടാതെ ചോദിക്കാവുന്നതാണ് മക്കളെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ ഇനി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ ദയവായിട്ട്. അപ്പോഴാണ് എനിക്കിത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ എടുക്കുന്ന ക്ലാസ് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്, മനസ്സിലാവാത്തവർ വല്ലതും ഉണ്ടോ എന്നൊക്കെ എനിക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ദയവായി കമൻറ്റ് ചെയ്യുക. നിങ്ങൾ താഴ്മയെ അപേക്ഷിക്കുകയാണ്. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോഴേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ നിങ്ങൾക്ക് ഇത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ക്ലാസ്സിൽ വേണ്ടിയെന്ന് നിങ്ങളുടെ കമൻറ്റിലൂടെയും നിങ്ങൾ തരുന്ന ലൈക്കിലൂടെ നിങ്ങളുടെ സപ്പോർട്ടിലൂടെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ദയവേത് ഒന്ന് ചെയ്യുക. ഓക്കെ, അതിനൊരു മടിയില്ലല്ലോ മക്കളെ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ എന്താണോ തോന്നുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് അഭിപ്രായമായിട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ ചെയ്യാനായിട്ട് മടിക്കേണ്ട. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഇതൊരു മോട്ടിവേഷനായിട്ടൊന്നും നിങ്ങൾ എടുക്കുക. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് ക്ലാസ്സിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഉറപ്പായിട്ടും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.